Dear students, welcome to our accountancy classroom. Admission of a partner എന്ന ചാപ്റ്ററിൽ ഗുഡ്വിൽ എന്ന ഡിസ്കഷൻ നേരത്തെ ചെയ്തിരുന്നു. ഈ ഗുഡ്വിൽ കണ്ടുപിടിക്കാൻ ഡിഫറെന്റ് മെത്തേഡ്സ് ഉണ്ട് എന്ന് സൂചിപ്പിച്ചിരുന്നു. അപ്പോൾ ഇന്നത്തെ ഡിസ്കഷൻ എന്ന് പറയുന്നത് കാൽക്കുലേഷൻ ഓഫ് ഗുഡ്വിൽ യൂസിങ് ഡിഫറെന്റ് മെത്തേഡ്സ് ആണ്. ആ മെത്തേഡ്സ് ഏതാണെന്നുള്ളത് നേരത്തെ പറഞ്ഞിരുന്നു. ഡിഫറെന്റ് മെത്തേഡ്സ് ഉണ്ട്. ആവറേജ് പ്രോഫിറ്റ് മെത്തേഡ്, വെയ്റ്റഡ് ആവറേജ് പ്രോഫിറ്റ് മെത്തേഡ്, സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡ്, ക്യാപിറ്റലൈസേഷൻ മെത്തേഡ്. അതിൽ തന്നെ ക്യാപിറ്റലൈസേഷൻ ഓഫ് ആവറേജ് പ്രോഫിറ്റ് മെത്തേഡ് ആൻഡ് അനദർ വൺ ക്യാപിറ്റലൈസേഷൻ ഓഫ് സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡ്. ഓരോന്നും ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. ഫസ്റ്റ് വൺ ആവറേജ് പ്രോഫിറ്റ് മെത്തേഡ് ആണ്. അതിന് ഒരു ഫോർമുല ഉണ്ട്. ഗുഡ്വിൽ കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്ന് പറയുന്നത് ആവറേജ് പ്രോഫിറ്റ് ഇൻറ്റു നമ്പർ ഓഫ് ഇയേഴ്സ് ഓഫ് പർച്ചേസ്. ഗുഡ്വിൽ കണ്ടുപിടിക്കാനുള്ള ഫോർമുല ആവറേജ് പ്രോഫിറ്റ് മെത്തേഡിൽ ഇതാണ്: ആവറേജ് പ്രോഫിറ്റ് ഇൻറ്റു നമ്പർ ഓഫ് ഇയേഴ്സ് ഓഫ് പർച്ചേസ്. ആവറേജ് പ്രോഫിറ്റ് എന്നത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ആവറേജ് പ്രോഫിറ്റ് ഈസ് ഈക്വൽ ടു ടോട്ടൽ പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഇയേഴ്സ്. ടോട്ടൽ പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഇയേഴ്സ് ആണ് ആവറേജ് പ്രോഫിറ്റ് കണ്ടുപിടിക്കാനുള്ള ഒരു ഫോർമുല. അപ്പൊ അത് രണ്ടും നന്നായിട്ട് പഠിച്ചു വെക്കണം. എങ്ങനെയാണ് ആവറേജ് പ്രോഫിറ്റ് മെത്തേഡിൽ ഗുഡ്വിൽ കണ്ടുപിടിക്കാം എന്നുള്ളത് നോക്കാം. Under this method, the goodwill is valued at agreed number of years of purchase of the average profits of the past few years. ഈ മെത്തേഡ് ഉപയോഗിച്ച് ഗുഡ്വിൽ കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ട് ആവറേജ് പ്രോഫിറ്റിനെ അഗ്രീഡ് നമ്പർ ഓഫ് ഇയേഴ്സ് ഓഫ് പർച്ചേസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഗുഡ്വിൽ വാല്യൂ ചെയ്യാൻ പറ്റുമെന്നാണ് പറയുന്നത്. എന്താണ് ഈ അഗ്രീഡ് നമ്പർ ഓഫ് ഇയേഴ്സ് ഓഫ് പർച്ചേസ് നോക്കാം. ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ദ അസംഷൻ ദാറ്റ് എ ന്യൂ ബിസിനസ് വിൽ നോട്ട് ബി ഏബിൾ ടു ഏൺ എനി പ്രോഫിറ്റ്സ് ഡ്യൂറിംഗ് ദ ഫസ്റ്റ് ഫ്യൂ ഇയേഴ്സ് ഓഫ് ഇറ്റ്സ് ഓപ്പറേഷൻസ്. ഹെൻസ് ദ പേഴ്സൺ ഹു പർച്ചേസസ് എ റണ്ണിംഗ് ബിസിനസ് മസ്റ്റ് പേ ഇൻ ദി ഫോം ഓഫ് ഗുഡ്വിൽ എ സം വിച്ച് ഈസ് ഈക്വൽ ടു ദ പ്രോഫിറ്റ് ഹി ഈസ് ലൈക്ലി ടു റിസീവ് ഫോർ ദ ഫസ്റ്റ് ഫ്യൂ ഇയേഴ്സ്. അതായത് ഇവിടെ ഒരു ബിസിനസ് വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു ന്യൂ പാർട്ട്ണർ വരുന്നത്. അപ്പൊ ന്യൂ പാർട്ട്ണർ ബയറും നമ്മുടെ പഴയ പാർട്ട്നേഴ്സ് സെല്ലറുമാണ്. അപ്പൊ ഈ പഴയ പാർട്ട്ണറും പുതിയ പാർട്ട്ണറും തമ്മിൽ, അതായത് ബയറും സെല്ലറും തമ്മിൽ ഒരു കണ്ടീഷൻ ഉണ്ടാക്കിയിട്ടാണ് ഈ ഗുഡ്വിൽ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പ്രോഫിറ്റ് നമ്മൾ ഷെയർ ചെയ്ത് കൊടുക്കുന്നത്. അപ്പൊ പ്രോഫിറ്റിന്റെ കൂടെ തന്നെ പഴയ പാർട്ട്നേഴ്സ് വിട്ടുകൊടുക്കുന്നത് അസറ്റാണ്. അപ്പം ഈ പ്രോഫിറ്റ് വിട്ടുകൊടുക്കുന്ന സമയത്ത് എത്ര കാലം കഴിഞ്ഞാലാണ് സാധാരണ രീതിയിൽ ഒരു ബിസിനസ്സിന് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റുക എന്നുള്ള നമ്മളൊരു അസംഷനിലെത്തും. അപ്പൊ അത്രയും കാലത്തേക്കുള്ള പ്രോഫിറ്റ് പുതിയ പാർട്ട്ണർ വാങ്ങിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ അതിന് പകരമായുള്ള കോമ്പൻസേഷൻ ആണ് ഗുഡ്വിൽ എന്ന് പറയുന്നത്. അപ്പൊ അവർ തമ്മിലുള്ള കണ്ടീഷൻ ബേസിലാണ് നമ്പർ ഓഫ് ഇയേഴ്സ് ഓഫ് പർച്ചേസ് തീരുമാനിക്കുന്നത്. The goodwill therefore should be calculated by multiplying the past average profits by the number of years during which the anticipated profits are expected to accrue. അപ്പൊ അങ്ങനെ ഒരു കണ്ടീഷൻ വന്നു കഴിഞ്ഞാൽ എത്ര വർഷത്തേക്കുള്ള ആവറേജ് പ്രോഫിറ്റ് ആണ് നമ്മുടെ പുതിയ പാർട്ട്ണർ വാങ്ങിക്കുന്നത് എന്ന് തീരുമാനിക്കുകയാണ് അവിടെ ചെയ്യുന്നത്. അപ്പൊ ആവറേജ് പ്രോഫിറ്റിനെ എത്ര വർഷത്തേക്ക് ആണ് ഈ ബിസിനസ്, പുതുതായിട്ട് വന്ന ബിസിനസ്സുകാരൻ അല്ലെങ്കിൽ പുതുതായിട്ട് വന്ന പാർട്ട്ണർ, ന്യൂ പാർട്ട്ണർ വാങ്ങിക്കരുത് എന്ന് തീരുമാനിക്കുന്നതാണ് ഈ മെത്തേഡിലൂടെ ഗുഡ്വിൽ കണ്ടുപിടിക്കുന്നതിന് സഹായകമാവുന്നത്. അപ്പൊ ഗുഡ്വിൽ എന്ന് പറഞ്ഞാൽ ഈ മെത്തേഡിൽ ആവറേജ് പ്രോഫിറ്റ് ഇൻറ്റു നമ്പർ ഓഫ് ഇയേഴ്സ് ഓഫ് പർച്ചേസ് എന്നാണ് മനസ്സിലാക്കുക. അപ്പോൾ ഒരു പ്രോബ്ലം നമുക്ക് നോക്കാം. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പ്രോബ്ലമാണ്. ഒരു 4 വർഷത്തേക്കുള്ള 5 വർഷത്തേക്കുള്ള പ്രോഫിറ്റ് തന്നിട്ടുണ്ട്. ആ 5 വർഷത്തേക്കുള്ള പ്രോഫിറ്റ് എങ്ങനെയാണ് ആവറേജ് പ്രോഫിറ്റ് ആയി മാറുന്നത് നോക്കാം. നമ്മളൊരു ടേബിൾ ഫോമിൽ ചെയ്യുകയാണെങ്കിൽ പ്രോഫിറ്റും ഇയറും കൃത്യമായുള്ള ഒരു ഓർഡറിൽ എഴുതിയിട്ടുണ്ട്. അങ്ങനെ ടോട്ടൽ പ്രോഫിറ്റ് കണ്ടപ്പോൾ 21,93,000 കിട്ടിയിട്ടുണ്ട്. ആ 21,93,000 എന്ന് പറഞ്ഞാൽ 5 വർഷത്തേക്കുള്ള പ്രോഫിറ്റ് ആയിരുന്നു. അപ്പൊ അതിനെ ഡിവൈഡ് ചെയ്തു. ആ ടോട്ടൽ പ്രോഫിറ്റിനെ ഡിവൈഡ് ചെയ്തപ്പോൾ 4,38,600 കിട്ടി. ആ 4,38,600 ഗുഡ്വിൽ ആക്കി മാറ്റുന്നതിന് ചോദ്യത്തിലേക്ക് വീണ്ടും നോക്കിയാൽ മനസ്സിലാവും. കാൽക്കുലേറ്റ് ഗുഡ്വിൽ ഓഫ് ദ ഫേം ഓൺ ദ ബേസിസ് ഓഫ് 4 years പർച്ചേസ് ഓഫ് 5 years ആവറേജ് പ്രോഫിറ്റ്. ഈ 4ഉം 5ഉം തമ്മിൽ കൺഫ്യൂഷൻ ഉണ്ടാകരുത്. ഇവിടെ കൃത്യമായിട്ട് പറയുന്നു കൊണ്ടുവിൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് 4 വർഷത്തെ പർച്ചേസ് ആണ് നടത്തുന്നത്. ഏതിനെ ബേസ് ചെയ്തുകൊണ്ട് 5 years ആവറേജ് പ്രോഫിറ്റ്. അപ്പം 4 കൊണ്ടാണ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. കാരണം കൃത്യമായിട്ട് ചോദ്യത്തിൽ പറയുന്നു 4 വർഷത്തെ പർച്ചേസ് ആണ് ഇവിടെ നടത്തുന്നത്. കുട്ടികൾക്ക് കൺഫ്യൂഷൻ വരാറുണ്ട് 4ഉം അതേപോലെ 5ഉം എന്ന് പറഞ്ഞാൽ ഇയേഴ്സ് ഓഫ് പർച്ചേസും ആവറേജ് പ്രോഫിറ്റിന്റെ നമ്പറും തമ്മിൽ കൺഫ്യൂഷൻ വന്നിട്ട് ആൻസറിൽ വ്യത്യാസം വരാറുണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കണം. 4 years പർച്ചേസ് എന്നുള്ള ഭാഗം വെച്ചാണ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നത്. അങ്ങനെ ആൻസർ 17,54,400. അതാണ് ആ ഒരു ചോദ്യത്തിൽ ഗുഡ്വില്ലിന്റെ എമൗണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, വേറൊരു ചോദ്യത്തിൽ
പ്രത്യേകം ശ്രദ്ധിക്കണം, നമ്മുടെ ഗുഡ്വിൽ കാൽക്കുലേഷനിൽ പ്രോഫിറ്റ് മാത്രമാണ് ഉപയോഗിക്കുക. ഈ ചോദ്യത്തിൽ 20,000 എന്ന് പറയുന്നത് ഒരു ലോസ് ആയിട്ട് വന്നിട്ടുണ്ട്. അങ്ങനെ ഒരു ഗുഡ്വിൽ കണ്ടുപിടിക്കുന്ന സമയത്ത് പ്രോഫിറ്റ് മാത്രമേ ഉപയോഗപ്പെടുത്താറുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഏതെങ്കിലും ഒരു വർഷം, ഇപ്പോൾ കോൺസിക്യൂട്ടീവ് ഇയറിൽ ഏതെങ്കിലും ഒരു വർഷം ലോസ് വന്നാൽ എന്ത് ചെയ്യും? ആ ഒരു എക്സാമ്പിൾ ആണ് ഇവിടെ കൊടുക്കുന്നത്. ടോട്ടൽ പ്രോഫിറ്റ് കണ്ടുപിടിക്കുന്ന സമയത്ത് ആ ഒരു ലോസ് ടോട്ടൽ പ്രോഫിറ്റിൽ നിന്ന് കുറയ്ക്കണം, ഡിഡക്റ്റ് ചെയ്യണം. ദാറ്റ് മീൻസ് ഇപ്പോൾ നമ്മൾ പ്ലസ് പ്രോഫിറ്റ് ആയിട്ടുള്ള എല്ലാം ടോട്ടൽ ചെയ്തപ്പോൾ 1,50,000 കിട്ടി. അതിൽ നിന്നും നമ്മൾ 20,000 ലെസ് ചെയ്തു. അതായത് 2007 20,000 ലോസ് ലെസ് ചെയ്യണം. അപ്പോൾ ലെസ് കുറച്ചതിന് ശേഷമുള്ള എമൗണ്ട് ആണ് ആവറേജ് പ്രോഫിറ്റിന്റെ കാൽക്കുലേഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കുള്ളൂ. പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മൾ ആവറേജ് പ്രോഫിറ്റ് കണ്ടുപിടിക്കുന്ന സമയത്ത് ഏതെങ്കിലും വർഷത്തിൽ നമ്മുടെ ആവറേജ് പ്രോഫിറ്റിന്റെ ഭാഗമായി വന്ന ഭാഗത്ത് എവിടെയെങ്കിലും ലോസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഡിഡക്ട് ചെയ്തതിന് ശേഷം മാത്രമുള്ള എമൗണ്ട് ആണ് ആവറേജ് പ്രോഫിറ്റ് കാൽക്കുലേഷൻ ഉപയോഗിക്കുള്ളൂ. അപ്പോൾ 1,30,000 ആണ് കാൽക്കുലേഷനിൽ ഉപയോഗപ്പെടുത്തുന്ന ടോട്ടൽ പ്രോഫിറ്റ്. അതിന് 5 വർഷത്തെ പ്രോഫിറ്റ് ആണ് തന്നിരിക്കുന്നത്. ഡിവൈഡ് ചെയ്തപ്പോൾ 26,000. അപ്പോൾ ഇവിടെ അഗ്രീഡ് നമ്പർ ഓഫ് ഇയേഴ്സ് ഓഫ് പർച്ചേസ് എന്ന് പറയുന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക, 3 ഉണ്ട് 5 ഉണ്ട് നമ്പർ. ഇതിൽ 3 ആണ് നമ്മുടെ അഗ്രീഡ് നമ്പർ ഓഫ് ഇയേഴ്സ് ഓഫ് പർച്ചേസ്. 5 എന്ന് പറയുന്നത് ആവറേജ് പ്രോഫിറ്റിന് വേണ്ടി തന്നതാണ്. ഒരിക്കലും 5 കൊണ്ടല്ല മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്, 3 കൊണ്ടാണ്. അപ്പൊ അഗ്രീഡ് നമ്പർ ഓഫ് ഇയേഴ്സ് ഓഫ് പർച്ചേസ് ആയ 3 കൊണ്ടാണ് 26,000 മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. ദാറ്റ് മീൻസ് 78,000 ആണ് ഈ പ്രോബ്ലത്തിലെ ഗുഡ്വിൽ എന്ന് പറയുന്നത്. അപ്പോൾ ആവറേജ് പ്രോഫിറ്റ് മെത്തേഡ് എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു മെത്തേഡാണ്. ഓക്കെ, ടോട്ടൽ പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഇയേഴ്സ് ആവറേജ് പ്രോഫിറ്റ് കിട്ടും. ആ ആവറേജ് പ്രോഫിറ്റിന് ഇയർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഗുഡ്വിലും കിട്ടും. ഓക്കെ, വേറൊരു മെത്തേഡാണ് വെയ്റ്റഡ് ആവറേജ് പ്രോഫിറ്റ് മെത്തേഡ് എന്ന് പറയുന്നത്. ആ വെയ്റ്റഡ് ആവറേജ് പ്രോഫിറ്റ് മെത്തേഡ് കണ്ടുപിടിക്കാൻ ഒരു ഫോർമുല ഉണ്ട്. ഗുഡ്വിൽ എന്ന് പറയുന്നത് വെയ്റ്റഡ് ആവറേജ് പ്രോഫിറ്റ് ഇൻറ്റു നമ്പർ ഓഫ് ഇയേഴ്സ് ഓഫ് പർച്ചേസ് ആണ്. നേരത്തെ ആവറേജ് പ്രോഫിറ്റ് എന്നുള്ളതിന് പകരം ഇവിടെ വെയ്റ്റഡ് ആവറേജ് എന്നാക്കിയിട്ടുണ്ട്. വെയ്റ്റഡ് ആവറേജ് പ്രോഫിറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒരു ഫോർമുല വീണ്ടും തന്നിട്ടുണ്ട്. ടോട്ടൽ പ്രോഡക്ട്സ് ഓഫ് പ്രോഫിറ്റ് ഡിവൈഡ് ബൈ ടോട്ടൽ വെയിറ്റ്. അപ്പൊ അതോ വ്യത്യാസം ഒന്ന് ശ്രദ്ധിക്കുക. എങ്ങനെയാണ് ആ ചോദ്യം വ്യത്യാസപ്പെടുന്നത് എന്ന് നോക്കാം. ഈ ചോദ്യത്തിൽ കൃത്യമായി പറയുന്നുണ്ട്, calculate the value of goodwill on the basis of 3 years purchase of weighted average profits based on weights 1, 2, 3, 4 and 5 respectively. അപ്പോൾ വെയിറ്റ് ഇവിടെ തന്നിട്ടുണ്ട്. അതെങ്ങനെയാണ് അപ്പം ഒരു 5 വർഷത്തെ പ്രോഫിറ്റ് തന്നിട്ടുണ്ട്, 5 വർഷത്തെ വെയിറ്റ് തന്നിട്ടുണ്ട്, പിന്നെ അഗ്രീഡ് നമ്പർ ഓഫ് ഇയേഴ്സ് ഓഫ് പർച്ചേസ് 3 ആണെന്ന് തന്നിട്ടുണ്ട്. ഇതിൽ നിന്ന് എങ്ങനെയാണ് ഗുഡ്വിൽ കണ്ടുപിടിക്കുന്നത് നോക്കാം. കൃത്യമായ ഒരു ടേബിൾ ഫോമിലേക്ക് നമ്മൾ ഇതിനെ മാറ്റിയിട്ടുണ്ട്. ഈ ഒരു ഓർഡറിൽ സൊല്യൂഷൻ കൃത്യമായിട്ട് നമ്മൾ അറേഞ്ച് ചെയ്യണം. അപ്പോൾ ഒരു ഭാഗത്ത് ഇയർ കാണിക്കുക, മറ്റൊരു ഭാഗത്ത് പ്രോഫിറ്റ് തന്ന പ്രോഫിറ്റ് അറേഞ്ച് ചെയ്യുക. തൊട്ടടുത്ത കോളത്തിൽ വെയിറ്റ് 1, 2 തന്ന വെയിറ്റ് എത്രയാണെന്ന് വെച്ചാൽ ആ ഓർഡറിൽ എഴുതുക. ഇനി എങ്ങനെയാണ് ഇത് പ്രോഡക്റ്റ് ആയി മാറുന്നതെന്ന് നോക്കാം. ഈ തന്നിരിക്കുന്ന പ്രോഫിറ്റ് ഇൻറ്റു വെയിറ്റ് ആണ് പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ 20,000 ആദ്യത്തെ വർഷം, ആ വർഷത്തെ വെയിറ്റ് എന്ന് പറയുന്നത് 1, അപ്പോൾ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് 20,000. നെക്സ്റ്റ് വർഷത്തിൽ 24,000 ആണ് പ്രോഫിറ്റ് വന്നിരിക്കുന്നത്. ആ വർഷത്തെ വെയിറ്റ് എന്ന് പറയുന്നത് 2 ആണ്, അത് 48,000 ആയി. അങ്ങനെ 5 വർഷത്തേതും നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് ടോട്ടൽ പ്രോഡക്റ്റ് എന്ന് പറയുന്നത്, ടോട്ടൽ പ്രോഡക്റ്റ് ഓഫ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് 3,48,000 വന്നത് എങ്ങനെയാണ് നന്നാക്കി മനസ്സിലാക്കുക. അതേപോലെ നമ്മൾ ടോട്ടൽ വെയിറ്റും കണ്ടെത്തുക 15. ഈ വെയ്റ്റഡ് ആവറേജ് പ്രോഫിറ്റ് കണ്ടുപിടിക്കാൻ ടോട്ടൽ പ്രോഡക്റ്റ് ഡിവൈഡഡ് ബൈ ടോട്ടൽ പ്രോഡക്റ്റ് ഓഫ് പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ ടോട്ടൽ വെയിറ്റ് ഡിവൈഡ് ചെയ്താൽ 23,200 കിട്ടും. ഗുഡ്വിൽ എന്ന് പറയുന്നത് 23,200 ഇൻറ്റു 3 ആണ്. അതായത് ഗുഡ്വിൽ കിട്ടിയിരിക്കുന്നത് 69,600 ആണ് എന്നുള്ളത് മനസ്സിലാക്കുക. ഓക്കെ, അടുത്ത ഒരു മെത്തേഡ് എന്ന് പറയുന്നത് സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡാണ്. ഈ സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡ് ഒരു ഫോർമുല ഉണ്ട്. ഗുഡ്വിൽ ഈസ് ഈക്വൽ ടു സൂപ്പർ പ്രോഫിറ്റ് ഇൻറ്റു നമ്പർ ഓഫ് ഇയേഴ്സ് ഓഫ് പർച്ചേസ്. നേരത്തെ ആവറേജ് പ്രോഫിറ്റ് ആയിരുന്നു പറയുന്നത്, ഇവിടെ സൂപ്പർ പ്രോഫിറ്റ് എന്നായി മാറിയിട്ടുണ്ട്. സൂപ്പർ പ്രോഫിറ്റ് കണ്ടുപിടിക്കാൻ ഒരു ഫോർമുല ഉണ്ട്, ആവറേജ് പ്രോഫിറ്റ് മൈനസ് നോർമൽ പ്രോഫിറ്റ്. ഇതിനെ കുറച്ച് കോൺസെപ്റ്റ് പറയുന്നുണ്ട്. സൂപ്പർ പ്രോഫിറ്റ് എന്താണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നോർമൽ പ്രോഫിറ്റിനെക്കാട്ടിലും അധികം കിട്ടുന്ന ആക്ച്വൽ പ്രോഫിറ്റിനെയാണ് സൂപ്പർ പ്രോഫിറ്റ് എന്ന് പറയുന്നത്. ആ സൂപ്പർ പ്രോഫിറ്റിൽ എക്സസ് പ്രോഫിറ്റ് ഉണ്ടാക്കാനുള്ള പല കാരണങ്ങൾ നമ്മൾ നേരത്തെ ഡിസ്കഷൻ ചെയ്തതാണ്. ഓക്കെ, ഇതിനൊരു സ്റ്റെപ്സ് ഉണ്ട്. ആദ്യം നമ്മൾ ആവറേജ് പ്രോഫിറ്റ് കണ്ടുപിടിക്കണം. നമുക്കറിയാം ആവറേജ് പ്രോഫിറ്റ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് എന്നുള്ളത്. അതിനുശേഷം ഒരു നോർമൽ പ്രോഫിറ്റ് എന്ന് പറയുന്ന സാധനം, പിന്നെ ക്യാപിറ്റൽ എംപ്ലോയിഡ്, അപ്പൊ അതായത് ക്യാപിറ്റൽ എംപ്ലോയിഡിനെ ബേസ് ചെയ്തുകൊണ്ട് നോർമൽ പ്രോഫിറ്റ് കണ്ടുപിടിക്കണം. ഓക്കെ, നോർമൽ പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് ഒന്നുമില്ല, ടോട്ടൽ അസറ്റിൽ നിന്നും ഗുഡ്വിൽ ഒഴിവാക്കിയ എമൗണ്ടിൽ നിന്നും ഔട്ട്സൈഡ് ലൈബിലിറ്റി കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ക്യാപിറ്റൽ എംപ്ലോയിഡ് കിട്ടും. അപ്പോൾ അതിനെ ഉപയോഗിച്ച് എങ്ങനെയാണ് നോർമൽ പ്രോഫിറ്റ് കണ്ടുപിടിക്കുന്നതെന്ന് നോക്കാം. നോർമൽ പ്രോഫിറ്റ് കണ്ടുപിടിക്കാൻ
ക്യാപിറ്റൽ എംപ്ലോയിഡ് ഇൻറ്റു നോർമൽ റേറ്റ് ഓഫ് റിട്ടേൺ ഡിവൈഡ് ബൈ 100. ഈ നോർമൽ റേറ്റ് ഓഫ് റിട്ടേൺ എന്ന് പറയുന്നത് വലിയ കൺഫ്യൂഷൻ ഒന്നും ഉണ്ടാക്കേണ്ട, ഒരു നോർമൽ ബിസിനസ്സിലെ നോർമൽ ആയിട്ടുള്ള എല്ലാ കണ്ടീഷൻസും ഓക്കെ ആണെങ്കിൽ നോർമലായിട്ട് കിട്ടാവുന്ന ഒരു പ്രോഫിറ്റിന് റേറ്റ് ഉണ്ട്. ആ നോർമൽ പ്രോഫിറ്റ് റേറ്റ് ആണ് നോർമൽ റേറ്റ് ഓഫ് റിട്ടേൺ എന്ന് പറയുന്നത്. ആ നോർമൽ റേറ്റ് ഓഫ് റിട്ടേൺ ഡിവൈഡ് ബൈ 100. ആ ക്യാപിറ്റൽ എംപ്ലോയിഡിനെ നമ്മൾ പിന്നെ നോർമൽ പ്രോഫിറ്റായി മാറ്റാനുള്ള ഒരു ഫോർമുലയാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അങ്ങനെ നോർമൽ പ്രോഫിറ്റ് കിട്ടിയാൽ നമുക്ക് രണ്ട് പ്രോഫിറ്റ് കിട്ടി, ഒന്ന് ആവറേജ് പ്രോഫിറ്റ്, മറ്റൊന്ന് നോർമൽ പ്രോഫിറ്റ്. അത് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് സൂപ്പർ പ്രോഫിറ്റ് കണ്ടുപിടിക്കുക. അതാണ് മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. സൂപ്പർ പ്രോഫിറ്റ് എന്ന് പറയുന്നത് ആവറേജ് പ്രോഫിറ്റ് മൈനസ് നോർമൽ പ്രോഫിറ്റ്. അങ്ങനെ സൂപ്പർ പ്രോഫിറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾക്ക് സുഖമായിട്ട് ഗുഡ്വിൽ കണ്ടുപിടിക്കാം. ഗുഡ്വിൽ എന്ന് പറയുന്നത് സൂപ്പർ പ്രോഫിറ്റ് ഇൻറ്റു നമ്പർ ഓഫ് ഇയേഴ്സ് ഓഫ് പർച്ചേസ്. ഇത് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് എന്നുള്ളത് ഒരു പ്രോബ്ലത്തിലൂടെ നോക്കാം. നേരത്തെ തന്നതുപോലെ കൃത്യമായിട്ട് പല വർഷത്തിലുള്ള പ്രോഫിറ്റ് ഇവിടെ തന്നിട്ടുണ്ട്. അതേപോലെ ക്യാപിറ്റൽ എംപ്ലോയിഡ് ഇവിടെ 5 lakh ആണ് എന്നുള്ളത് ചോദ്യത്തിൽ കൃത്യമായിട്ട് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ 3 years പർച്ചേസ് വെച്ചിട്ട് സൂപ്പർ പ്രോഫിറ്റ് കണ്ടുപിടിക്കണം, ഗുഡ്വിൽ കണ്ടുപിടിക്കണം. പിന്നെ നോർമൽ റേറ്റ് ഓഫ് റിട്ടേൺ എന്ന് പറഞ്ഞാൽ 10% ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ആദ്യം ചെയ്യേണ്ടുന്നത്, നമുക്ക് ആദ്യം നോർമൽ പ്രോഫിറ്റ് കണ്ടുപിടിക്കാം. നോർമൽ പ്രോഫിറ്റ് കണ്ടുപിടിക്കാൻ നമുക്ക് ആവശ്യമുള്ളത് ക്യാപിറ്റൽ എംപ്ലോയിഡ് ആണ്. ക്യാപിറ്റൽ എംപ്ലോയിഡ് 5 lakh ആണ്. നോർമൽ റേറ്റ് ഓഫ് റിട്ടേൺ 10% ആണ്, അത് 10/100. അപ്പോൾ നമുക്ക് നോർമൽ പ്രോഫിറ്റ് ഈ കാൽക്കുലേഷൻ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും 50,000 ആണ്. അതിനുശേഷം നമ്മൾ ഇപ്പോൾ നോർമൽ പ്രോഫിറ്റ് കിട്ടി, അടുത്തത് ആവറേജ് പ്രോഫിറ്റ് കണ്ടുപിടിക്കണം. ആവറേജ് പ്രോഫിറ്റ് കണ്ടുപിടിക്കാൻ നേരത്തെ പഠിച്ചതാണ് ആ ടോട്ടൽ പ്രോഫിറ്റ് ഡിവൈഡ് ബൈ നമ്പർ ഓഫ് ഇയേഴ്സ്. അത് കൃത്യമായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ 60,000 എന്ന് കിട്ടും. ഇനിയിപ്പോൾ രണ്ട് പ്രോഫിറ്റ് കിട്ടിയ രണ്ട് പ്രോഫിറ്റിൽ നിന്ന് നമുക്ക് സൂപ്പർ പ്രോഫിറ്റ് കണ്ടുപിടിക്കാം. സൂപ്പർ പ്രോഫിറ്റ് എന്ന് പറയുന്നത് നേരത്തെ ഫോർമുലയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആവറേജ് പ്രോഫിറ്റ് മൈനസ് നോർമൽ പ്രോഫിറ്റ് 10,000 ആണ്. ഇനി ഗുഡ്വിൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആ 10,000നെ 3 years ഓഫ് പർച്ചേസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഓക്കെ. ഇനി ലാസ്റ്റ് മെത്തേഡാണ് ക്യാപിറ്റലൈസേഷൻ മെത്തേഡ്. ക്യാപിറ്റലൈസേഷൻ മെത്തേഡ് രണ്ട് രീതിയുണ്ട്. ക്യാപിറ്റലൈസിങ് ആവറേജ് പ്രോഫിറ്റ് ഉണ്ട്, ക്യാപിറ്റലൈസിങ് സൂപ്പർ പ്രോഫിറ്റ് ഉണ്ട്. അതിൽ ഫോർമുലകൾ നോക്കിയാൽ മനസ്സിലാകുക. ആവറേജ് പ്രോഫിറ്റ് കണ്ടുപിടിക്കണം. അതിനുശേഷം ആവറേജ് പ്രോഫിറ്റിനെ നമ്മൾ രണ്ടാമത്തെ സ്റ്റെപ്പിൽ ക്യാപിറ്റലൈസ് ചെയ്യണം. ആവറേജ് പ്രോഫിറ്റിനെ ക്യാപിറ്റലൈസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ആവറേജ് പ്രോഫിറ്റ് ഇൻറ്റു 100/NRR ആണ് ക്യാപിറ്റലൈസ് ചെയ്യുന്ന ആവറേജ് പ്രോഫിറ്റ്. അതിനുശേഷം നമ്മൾ ക്യാപിറ്റൽ എംപ്ലോയിഡ് എത്രയാണെന്ന് കണ്ടുപിടിക്കണം. ക്യാപിറ്റൽ എംപ്ലോയിഡ് എന്ന് പറയുന്നത് ടോട്ടൽ അസറ്റ്, അതായത് ഗുഡ്വിൽ ഒഴിവാക്കിയിട്ടുള്ള ടോട്ടൽ അസറ്റിൽ നിന്നും ഔട്ട്സൈഡ് ലയബിലിറ്റി കുറയ്ക്കുക. അങ്ങനെ കിട്ടിയ എമൗണ്ട് അത് നാലാമത്തെ സ്റ്റെപ്പിൽ കൃത്യമായി പറയുന്നു. ക്യാപിറ്റലൈസ്ഡ് വാല്യൂ ഓഫ് ആവറേജ് പ്രോഫിറ്റിൽ നിന്നും നമ്മൾ ക്യാപിറ്റൽ എംപ്ലോയിഡ് കുറച്ച് കഴിഞ്ഞാൽ ഗുഡ്വിലായി എന്നുള്ളത് ഒരു എക്സാമ്പിളിലൂടെ നമുക്ക് വളരെ ഈസി ആയിട്ട് അത് പഠിക്കാൻ പറ്റും. ഈ ചോദ്യത്തിൽ കൃത്യമായിട്ട് തന്നിട്ടുണ്ട്. ആവറേജ് പ്രോഫിറ്റ് 1 lakh ആണെന്ന് തന്നിട്ടുണ്ട്. നോർമൽ റേറ്റ് ഓഫ് റിട്ടേൺ 10% ആണെന്ന് തന്നിട്ടുണ്ട്. ഇവിടെ ബിസിനസിന്റെ വാല്യൂ ഓഫ് നെറ്റ് അസറ്റ് 8,20,000 തന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഫോർമുലയിൽ നോക്കിയാൽ മനസ്സിലാവും. ക്യാപിറ്റലൈസ് ആവറേജ് പ്രോഫിറ്റിനെ ക്യാപിറ്റലൈസ് ചെയ്തു, നെറ്റ് അസറ്റ് എത്ര എന്ന് കണ്ടുപിടിച്ചു. ഗുഡ്വിൽ എന്ന് പറഞ്ഞാൽ ക്യാപിറ്റലൈസ്ഡ് വാല്യൂ ഓഫ് ആവറേജ് പ്രോഫിറ്റിൽ നിന്ന് നെറ്റ് അസറ്റ് കുറയ്ക്കുന്നതാണ്. അപ്പോൾ ഗുഡ്വിൽ എന്ന് പറയുന്നത് 1,80,000 ആണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പ്രോബ്ലമാണ് ഈ ഭാഗത്ത് കാണിച്ചിരിക്കുന്നത്. അവസാനത്തെ മെത്തേഡ് ഉപയോഗിച്ച് പറയുകയാണെങ്കിൽ ക്യാപിറ്റലൈസ്ഡ് വാല്യൂ ഓഫ് സൂപ്പർ പ്രോഫിറ്റ് കണ്ടുപിടിച്ചാൽ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. ആദ്യം നമുക്ക് ക്യാപിറ്റൽ എംപ്ലോയിഡ് എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടതെന്ന് അറിയാം. ടോട്ടൽ അസറ്റിൽ നിന്ന് ഔട്ട്സൈഡ് ലയബിലിറ്റി, ഗുഡ്വിൽ ഒഴിവാക്കിയിട്ടുള്ള എമൗണ്ടിൽ നിന്നും ഔട്ട്സൈഡ് ലയബിലിറ്റി കുറയ്ക്കുക. അതിനുശേഷം നോർമൽ പ്രോഫിറ്റ് കണ്ടുപിടിക്കുക. നോർമൽ പ്രോഫിറ്റ് നമ്മൾ നേരത്തെ പഠിച്ച ഫോർമുലയാണ് ക്യാപിറ്റൽ എംപ്ലോയിഡിന്റെ NRR ഡിവൈഡ് ബൈ 100. അവസാനമല്ല, അടുത്ത സ്റ്റെപ്പിൽ കാൽക്കുലേറ്റ് ആക്ച്വൽ ആവറേജ് പ്രോഫിറ്റ് കണ്ടുപിടിക്കുക. ആവറേജ് പ്രോഫിറ്റ് കണ്ടുപിടിക്കാൻ നിങ്ങൾക്കറിയാം. അപ്പോൾ രണ്ട് പ്രോഫിറ്റ് കയ്യിൽ കിട്ടിയ സൂപ്പർ പ്രോഫിറ്റ് കണ്ടുപിടിക്കാൻ നിങ്ങൾക്കറിയാം. അങ്ങനെ ഗുഡ്വിൽ എന്ന് പറയുന്നത് സൂപ്പർ പ്രോഫിറ്റ് ഇൻറ്റു 100/NRR. ആ ഫോർമുലയിൽ വന്ന വ്യത്യാസം ശ്രദ്ധിക്കുക. സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡും ക്യാപിറ്റലൈസ്ഡ് സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡും നമ്മൾ വ്യത്യാസം ശ്രദ്ധിക്കുക. ഗുഡ്വിൽ എന്ന് പറയുന്നത് സൂപ്പർ പ്രോഫിറ്റ് ഇൻറ്റു 100/NRR. ഒരു ചോദ്യം നോക്കാം. ഈ ചോദ്യത്തിൽ കൃത്യമായിട്ടെല്ലാം തന്നിട്ടുണ്ട്. അപ്പോൾ ക്യാപിറ്റൽ എംപ്ലോയിഡ് 6 ലക്ഷമാണ് തന്നിട്ടുണ്ട്. നോർമൽ പ്രോഫിറ്റ് കണ്ടുപിടിക്കാൻ ക്യാപിറ്റൽ എംപ്ലോയിഡിനെ റേറ്റ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക എന്നുള്ളതാണ്. 48,000 കിട്ടിയിട്ടുണ്ട്. ആക്ച്വൽ പ്രോഫിറ്റ് ചോദ്യം വർക്കൗട്ട് ചെയ്താൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. 4 വർഷത്തെ പ്രോഫിറ്റ് കണ്ടുപിടിച്ചിട്ട് ഡിവൈഡ് ചെയ്താൽ 57,500 കിട്ടും. സൂപ്പർ പ്രോഫിറ്റ് എന്ന് പറയുന്നത് ആക്ച്വൽ പ്രോഫിറ്റിൽ നിന്ന് നോർമൽ പ്രോഫിറ്റ് കുറയ്ക്കുന്നതാണ്. അപ്പോൾ 9,500 കിട്ടി. അപ്പോൾ ഗുഡ്വിൽ എന്ന് പറയുന്നത് 9,500 ഇൻറ്റു 100/8 ആണ്. അപ്പോൾ 1,18,750. ഓക്കെ. ഇങ്ങനെ ഡിഫറെന്റ് മെത്തേഡുകളാണ് നമ്മുടെ ഗുഡ്വിലിന്റെ കാൽക്കുലേഷന് വേണ്ടി ഉപയോഗിക്കുന്നത്. അപ്പോൾ നന്നായിട്ട് പഠിക്കുക. സംശയമുണ്ടെങ്കിൽ ചോദിക്കുക. ഓക്കെ. താങ്ക് യു വെരി മച്ച്.